പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിലെ കർത്തവ്യ ഭവൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പുതിയ മന്ദിരം ആധുനിക ഭരണ നിർവഹണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മാതൃകയാകും. 7 നിലകളിലായി ഏകദേശം 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള അത്യാധുനിക ഓഫീസ് സമുച്ചയമാണ് ന്യൂഡൽഹിയിലെ കർത്തവ്യ ഭവൻ. ഉദ്ഘാടന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർത്തവ്യ ഭവനിലെ പ്രവർത്തനങ്ങളും സൗകര്യങ്ങളും വീക്ഷിച്ചു. നിർമ്മാണ തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി കർത്തവ്യ ഭവൻ അങ്കണത്തിൽ വൃക്ഷത്തൈയും നട്ടു. വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഒരു കുടക്കീഴിലെത്തിക്കുന്നതോടെ കാര്യക്ഷമത, നവീകരണം, സഹകരണം എന്നിവ കർത്തവ്യ ഭവൻ പരിപോഷിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. കെട്ടിടത്തിനുള്ളിൽ തന്നെയുള്ള ഖരമാലിന്യ സംസ്കരണം, പുനരുപയോഗം ചെയ്ത നിർമ്മാണ വസ്തുക്കളുടെ ഉപയോഗം എന്നിവയിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിലും കർത്തവ്യ ഭവൻ മാതൃകയാകും. മന്ദിരത്തിൽ ഊർജ്ജ കാര്യക്ഷമതയ്ക്കും ജലസംരക്ഷണത്തിനും ഊന്നൽ നൽകിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യാസജ്ജവും സുരക്ഷിതവുമായ പ്രവൃത്തിയിടങ്ങൾ, ID കാർഡ് അധിഷ്ഠിത സംവിധാനങ്ങൾ, സംയോജിത ഇലക്ട്രോണിക് നിരീക്ഷണം, കേന്ദ്രീകൃത കമാൻഡ് സംവിധാനം എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ്. ഊർജ്ജ ഉപഭോഗം 30% കുറയ്ക്കുന്ന രീതിയിലാണ് മന്ദിരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകൾ, സെൻസറുകൾ, സ്മാർട്ട് ലിഫ്റ്റുകൾ എന്നിവ ഉൾപ്പെടെ ഊർജ്ജ സംരക്ഷണത്തിന് സഹായകരമാണ്. കർത്തവ്യ ഭവന്റെ മേൽക്കൂരയിലെ സൗരോർജ്ജ പാനലുകൾ പ്രതിവർഷം 5.34 ലക്ഷം യൂണിറ്റിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ അടക്കം എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.